നാളെ എന്നൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്നെനിക്കറിയില്ല. അങ്ങനെ ഒരു ദിവസമുണ്ടെങ്കിൽ ഇതിൻ്റെ കണക്ക് ഞാൻ തീർക്കും. അത് തീർച്ച. എടാ നിരാളി, അളിയെ കണ്ണു തുറന്നു. നീ പോയി ഡോക്ടർ വിളി. നീ ഒന്ന് എന്നെ എണ്ണിപ്പിച്ചേ. മെല്ലെ നോക്കി. നമ്മുടെ മേത്ത് കൈവച്ച ഒറ്റൊരുത്തനും വെറുതെ വിടരുത്. നീ നിന്റെ ദേഹം ഒന്ന് നോക്കി. പണി കൊടുക്കാൻ സൈമ, അവസരം വരട്ടെ. ഇന്നലത്തെ സംഭവം അമ്മ അറിഞ്ഞോ? ഇന്നലെയോ? ഇടാ, ഒരാഴ്ചയായി നീ കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട്. എന്ത് കഷ്ടപ്പെട്ടാ ഞങ്ങൾ ആ ഓട കണ്ടുപിടിച്ചെന്ന് നിനക്കറിയോ? പേടിക്കണ്ട, അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല. അവളെ ഞങ്ങൾ വരട്ടി വെച്ചിട്ടുണ്ട്. വിസിറ്റേഴ്സ് പുറത്ത് നിൽക്കണം. പേഷ്യൻറ്റിന് ഡ്രസ് ചെയ്യാനുള്ളതാ. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് ഈ ജന്മത്തിൽ മക്കളായി ജനിക്കുകയെന്ന് ഉമ്മറിൻ്റെ ഉമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ കാര്യത്തിൽ മുറപ്പെണ്ണായിട്ടാണ് ജനിച്ചതെന്ന് മാത്രം. ഹലോ. ആ ശരി. എടാ തന്നെ, ബുദ്ധന്റെ ആൾക്കാർ ഇപ്പൊ എത്തും. ലാലു, നമ്മളെ കാച്ചാൻ ബുദ്ധൻ ഇങ്ങോട്ട് ആളെ അയച്ചിട്ടുണ്ടെന്ന്. ഇത് എന്തായി കാണിക്കുന്നത്? ഒന്നും മിണ്ടാതിരിക്കേ. ഒന്ന് പറയുന്ന കേക്ക്. ഗീതു, അമ്മ ചോദിച്ച ഞാൻ ജോലിക്കാര്യത്തിനായി ഇന്ത്യ വിട്ടുപോയെന്ന് പറ. എങ്ങോട്ട്? പഞ്ചാബിലേക്ക്. കുരുടി എവിടെടാ? അവൻ താഴത്തെ വാർഡിലുണ്ട്. എടാ കുരുടി, അവന്റെ ഒരു ഇഞ്ചക്ഷൻ. എഴുന്നേറ്റ് പോടാ, മാറണം കൂടെ. ബുദ്ധൻ വരുന്നു. വാ പെട്ടെന്നാടെ വാ. എങ്ങോട്ടെന്നറിയാത്തൊരു യാത്രയായിരുന്നു അത്. എത്ര ദൂരം താണ്ടിയെന്നറിയില്ല. ഞങ്ങളുടെ വണ്ടി ചെന്നെത്തിയത് സേതുവിൻ്റെ വീട്ടിലായിരുന്നു. എത്ര നാളായടാ ഞാൻ വീട്ടിലോട്ട് വിളിക്കുന്നു. അവസാനം ഇപ്പോൾ വന്നത് ഈ കോലത്തിൽ. അതായിരിക്കടാ വിധി. വാ കയറ്. താങ്ക്സോ? എന്തിന്? നീ ആരോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാഞ്ഞത് നിങ്ങളെന്നെ പേടിപ്പിച്ചുകൊണ്ടൊന്നുമല്ല. പിന്നെ അതെന്തായാലും ഈ അടുത്ത് തന്നെ അമ്മായി സത്യമൊക്കെ അറിഞ്ഞു. അന്ന് ആ ഓടയിൽ കിടന്നപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു പുതുവർഷ പുലരി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന്. ഇനി മുതൽ എനിക്ക് ആ കണക്കുകൾ ചികഞ്ഞെടുക്കണം. എൻ്റെ ആഗ്രഹങ്ങൾക്ക് ആക്കം കൂട്ടിക്കൊണ്ടായിരുന്നു ആ കാറിൻ്റെ വരവ്. സൈമ, നിനക്കെന്താളിയാ കാശ്മീരിലേക്ക് വല്ല ട്രിപ്പും കിട്ടിയ? ഇതാന്നല്ലടാ ആ ചെക്കൻ്റെ ഡ്രസ്സാ. ഏത് ചെക്കൻ്റെ? ഹാപ്പി ന്യൂ ഇയർ. ഗേൾസ് get in. ഫ്രാൻസിസ് റോഡ്. AC യോ നോൺ AC യോ? AC. തൻ്റെ അടുത്ത് ലൈറ്റർ ഉണ്ടോ? തീപ്പെട്ടിയുണ്ട്, പക്ഷേ AC ഒന്നും വലിക്കണ്ട. സാറ് ഗ്ലാസ് താത്തിയിട്ട് വലിച്ചോ? എനിക്ക് കുഴപ്പമുള്ളതുകൊണ്ടല്ല, ഓണർ പറഞ്ഞിട്ടുണ്ടേ, അതുകൊണ്ടാ. ഞാൻ AC തന്നെ വലിക്കും. നീ തീപ്പെട്ടി താടാ. സോറി സാറേ, തരാൻ പറ്റില്ല. ഇത് ഞാൻ വിളിച്ച വണ്ടിയാ. ഇത് ഞാൻ വലിക്കും, കുടിക്കും, വേണേ പെണ്ണും പിടിക്കും. നീ ആരടാ ചോദിക്കാൻ? ആരാന്ന്? സാറേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങോ? Holy shit.
എടാ നിനക്ക് AC തന്നെ സിഗരറ്റ് വലിക്കണല്ലോടാ ചാളി ചെക്ക. നിർത്താൻ അവന്മാരെല്ലാം കൂടി ഇങ്ങോട്ട് എടുത്തു വരും. പക്ഷെ സഹിമ നമ്മളുള്ള വിവരം ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. ഇനി ഇക്കാര്യം നിന്റെ തന്തേന്റെ അടുത്തെങ്ങാനും പോയി പറഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ച ആ പാവാടുമക്കേരിയിൽ വന്ന ലാലുവിന്റെ അടുത്ത് കിട്ടും നിൽക്കണേ കാരണം പട്ടി. ടെൻഷൻ അടിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചായിരുന്നു ബാക്കി എല്ലാവരും വണ്ടിയിലിരുന്നത്. അതിനുള്ള ഉത്തരം പെട്ടെന്ന് തന്നെ കിട്ടി. ഞാൻ നോക്കട്ടെ. കണ്ടില്ലട ലാലു. ലാലു ഇതാ ബുദ്ധന്റെ പണിയാ. നമുക്ക് എങ്ങോട്ടെങ്കിലും മാറാ. എങ്ങോട്ട് പോവാനാ? നമ്മൾ ഇനി എങ്ങോട്ടും പോകുന്നില്ല. മതിയായില്ലടാ നിനക്ക്. ഇവിടെ ഞാൻ ഇതാ എന്റെ പോക്കറ്റിൽ നിന്നാ ചെക്കൻ്റെ ഫോണാ. ആരാ വിളിക്കുന്നത്? DAD. വിഷ്ണുബുദ്ധനാ. എടുത്തു നോക്ക്. സിദ്ധു ലോഡ് ആ വഴി വരുന്നുണ്ട്. K11 2905. നിന്റെ ഒരു കണ്ണ് വേണം. ഞാൻ പിന്നെ വിളിക്കാം. ഹലോ. ലോറി പോയ മോനെ. ലോറി മാത്രമല്ലടാ അച്ഛാ, നിന്റെ ലോഡും കൂടെ പോയി. ആരുടെ നീ? ആരാ എന്താന്നൊക്കെ നിനക്ക് വഴിയെ മനസ്സിലാക്കി തരാം. ഇതുവരെ നീ കണ്ടതും കളിച്ചതൊന്നുമല്ല കളി. ഇനി അങ്ങോട്ട് എങ്ങനെ കളിക്കേണ്ടതെന്ന് ഞങ്ങള് കാണിച്ചു തരാം. മഴ തോർന്നു, നമുക്ക് മെല്ലെ നടന്നാലോ? ശരിയാ, ഇനി ഇവിടെ നിന്നാ ബസ് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഹൈവേയിലേക്കൊന്ന് നടക്കാം, അവിടെ ചെന്നാൽ വല്ല ടാക്സിയും കിട്ടും. എന്നിട്ട് എന്തായി? ഞങ്ങൾ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെ വീണ്ടും തുടങ്ങി. വേണ്ട, അയാൾക്കിപ്പോൾ ഫെലീനി ആയിട്ടല്ലേ ഡീൽ. ബുദ്ധൻ്റെയും ഫെലനിയുടെയും കാര്യം ഞങ്ങൾക്ക് വിട്ടുവന്നേക്ക്. ഇതിനെന്ത് വരും അത് പറ. ये क्या मशमश बना रखा है? बस ये कह रहे थे कि ये बुद्धन का लोड नहीं है, ये हमारा लोड है, मेरा लोड. अंदर आ बच्चे, अंदर आ. ഹലോ, ഞങ്ങളുടെ ലോഡ് എവിടെ? അതിന് നിങ്ങൾക്ക് ഫെലീനി ആയിട്ടല്ലേ ഡീൽ. ഇളക്കുന്നോടി. ഈ അബിയെ നിനക്ക് അറിയില്ലേട്ടാ. ആനയെ പേടിച്ചാ പോരെ, ആന പിണ്ടത്തെ പേടിക്കണം. പിണ്ടം 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 അറിയാം.
ദേവകി ദാ ഹരി വന്നിരിക്കുന്നു. ഓ, ഓ. മോനെ ഹരി, നീ ആളങ്ങ് മിനിങ്ങിയല്ലോ. എന്തിനാ ഹരി ഒറ്റയ്ക്ക് വന്നത്? ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ അമ്മാവൻ എയർപോർട്ടിൽ പിന്നെ വരുവായിരുന്നു. അത് സാരല്ല അമ്മേ. മോനെ ഹരി, നീ വല്ലതും കഴിച്ചോടാ? ആ അമ്മേ, ഞാൻ കഴിച്ചിട്ടാ വന്നത്. വാ. ഗീതു പഠിക്കാണോ? ആ അതെ. അർജന്റീനയാണ് എൻ്റെ ഫേവറേറ്റ് ഫുട്ബോൾ ടീം. കഴിഞ്ഞ വർഷം ബ്രസീൽ കപ്പ് കൊണ്ടുപോയി. പക്ഷേ 2006 ഞങ്ങളത് തിരിച്ചു പിടിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് സദ്ദാം ഹുസൈനാണ്. ബുഷ് വിചാരിച്ച അങ്ങേരെ ഇറാഖിനെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തിനാ എന്നോട് പറയുന്നത്? എന്നാ പിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നിന്നോട് പറയാം. എനിക്ക് നിന്റെ തൊന്തേ, എൻ്റെ അമ്മാവനെ തീരെ ഇഷ്ടമല്ല. അങ്ങേരെ വെട്ടിനുറുക്കി പെട്ടിയിലാക്കേണ്ട കാലം കഴിഞ്ഞിട്ട് കുറേ ആയി. എന്റെ അച്ഛനെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ അമ്മായും കുട്ടിയും കൊണ്ട് വന്നേ? വന്നപ്പോഴല്ലേ മനസ്സിലായത് എൻ്റെ അച്ഛൻ ചെയ്ത ആകെ നല്ല കാര്യം എന്താന്ന്. എനിക്ക് നാളെ എയർലൈൻസിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതെനിക്ക് മേടിച്ചു തരികയാണെങ്കിൽ അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കാം. ഇത് പോളണ്ടിൽ നിന്ന് വാങ്ങിച്ചതാണോ? അതെ അതെ, പോളണ്ട്. അച്ഛാ, ഞാൻ ഇറങ്ങാം. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോ മോളെ. അതുകൊണ്ടൊന്നൊരു കാര്യമില്ല. മോളെ ഫയല്. ഒരു എക്സ്പീരിയൻസ്, അത്രേ ഞാൻ ആലോചിക്കുന്നുള്ളൂ. നീ ആ കാറിലൊന്ന് കൊണ്ടുവിടടാ. ശരി അമ്മേ.